നമുക്കേവർക്കും അറിയാവുന്നതുപോലെ സഫർ മാസത്തിൽ നിന്നും റബീഉൽ അവ്വൽ മാസത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. മതപരമായോ ആചാരപരമായോ പ്രത്യേക മഹത്വമുള്ള മാസമല്ലെങ്കിലും ചരിത്രപരമായി വലിയ സ്ഥാനം റബീഉൽ അവ്വൽ മാസത്തിനുണ്ട് എന്നത് ലളിതമായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, മരണം, പ്രവാചക ജീവിതത്തിലെ അതിപ്രധാനമായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസം എന്നതാണ് റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ മാസത്തിൽ പ്രത്യേകമായ എന്തെങ്കിലും ആചാരമോ അനുഷ്ഠാനമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടോ മുൻമാതൃക കാണിച്ചു തന്നിട്ടോ ഇല്ല എന്ന നിലയിലാണ് മതപരമായ ശ്രേഷ്ഠതയുള്ള മാസമല്ല എന്ന് നമ്മൾ പറഞ്ഞത്. എന്നാൽ പോലും പ്രവാചക വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തപ്പെടുന്ന പുതിയ കാലത്ത് ഈ നവനാസ്തിക സംഘങ്ങളും എക്സ് മുസ്ലിങ്ങൾ എന്ന സ്വയംകൃത നാമം സ്വീകരിച്ചവരും അവരെ വംശീയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പിന്തുണക്കുന്ന ആളുകളുമെല്ലാം പ്രവാചകന്റെ കുടുംബജീവിതത്തെയും യുദ്ധ സമീപനങ്ങളെയുമെല്ലാം ദുർവ്യാഖ്യാനിച്ചും തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, ഈ പുതിയ കാലത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശിക്കുന്ന വ്യക്തിത്വത്തെയും അതുപോലെ കുടുംബ, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതത്തെയും ശരിയാവണ്ണം സമൂഹത്തെ പഠിപ്പിക്കാൻ റബീഉൽ അവ്വലിനെയും നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. അതിനാൽ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വമാണ് ഇസ്ലാം എന്ന് നാം മനസ്സിലാക്കുകയും ആ അർത്ഥത്തിൽ ലോകത്തെ പ്രബോധിപ്പിക്കുകയും ചെയ്യണം. പ്രവാചക വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതിലൂടെ ഇസ്ലാമിനെ തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചക വ്യക്തിത്വത്തെ വികൃതമായി ചിത്രീകരിച്ച് ഇസ്ലാമിനെ തകർക്കാനാണ് ഇപ്പറയുന്ന നവനാസ്തിക സംഘങ്ങളടക്കം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകനോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനാണ് അവരുടെ പരിശ്രമം. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ ജീവിതത്തെയും കൂടുതൽ പഠിക്കുകയും അതുപോലെ സമൂഹത്തെ പഠിപ്പിക്കുകയും പ്രവാചക സന്ദേശങ്ങൾ സഗൗരവം ആളുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യാൻ റബീഉൽ അവ്വൽ ക്യാമ്പയിനുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അവർ പ്രവാചകനെ വെറുക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇസ്ലാമിന്റെ പ്രതിയോഗികളും പ്രവാചക വിരുദ്ധരും പ്രവാചകനെ വെറുക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ, നാം പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു നവലോക ക്രമത്തിന്റെ നിർമ്മാതാക്കളാവാനാണ് പരിശ്രമിക്കേണ്ടത്. പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു നവലോക ക്രമത്തെ പടുത്തുയർത്താൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ക്യാമ്പയിന്റെ കാലയളവാണ് റബീഉൽ അവ്വൽ കാലം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പറയാൻ റബീഉൽ അവ്വൽ മാത്രം മതി എന്നുള്ള ധാരണയൊന്നും നമുക്കില്ല. പക്ഷേ പ്രവാചകനെ സംബന്ധിച്ച് കൂടുതൽ പറയാൻ റബീഉൽ അവ്വലിൽ എന്തുകൊണ്ടും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ആ ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്, നമ്മുടെ മനസ്സിൽ നിന്നാണ് ആ ക്യാമ്പയിൻ ആരംഭിക്കേണ്ടത്. കാരണം പ്രവാചക സ്നേഹമാണ് ഈ ക്യാമ്പയിന്റെ കാതൽ എന്ന് പറയുന്നത്. പ്രവാചക സ്നേഹത്തിന്റെ പ്രചാരകരായി നമ്മൾ മാറണമെങ്കിൽ പ്രവാചക സ്നേഹം ആദ്യമായി ഉൾക്കൊണ്ട ആളുകളായിട്ട് മാറാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പ്രവാചക സ്നേഹത്തിന് രണ്ട് പ്രധാനപ്പെട്ട വശങ്ങളാണുള്ളത്. ഒന്ന്, പ്രവാചകനോടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രവാചകനോടുള്ള വൈകാരികമായ ബന്ധം തന്നെയാണ് പ്രവാചക സ്നേഹത്തിന്റെ കാതലായ ഒന്നാമത്തെ വശം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ അഹ്സാബ് 6-ാം വചനമാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. അല്ലാഹു പറയാണ്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ ആരാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. പ്രവാചകൻ വിശ്വാസികൾക്ക് ആരാണ്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ വിശ്വാസികളുടെ ഏറ്റവും അടുത്തയാളാണ്, അവരുടെ നഫ്സുകളെക്കാൾ, അവരുടെ ശരീരങ്ങളെക്കാൾ. എനിക്ക് എൻ്റെ ശരീരത്തെക്കാൾ എന്നോട് അടുത്തിട്ടുള്ളത് പ്രവാചകനാണ്, അതല്ലെങ്കിൽ അടുക്കേണ്ടത് പ്രവാചകനാണ്.
അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സത്യവിശ്വാസികൾക്ക് അവരുടെ ശരീരങ്ങളെക്കാൾ അവരോട് അടുത്തിരിക്കുന്ന പ്രവാചകനാണ്. വ അസ്വാജുഹു ഉമ്മഹാതുഹും, ആ പ്രവാചകന്റെ പത്നിമാർ കേവലം സ്ത്രീകളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന്റെ പത്നിമാർ സത്യവിശ്വാസികൾക്ക് അവരുടെ മാതാക്കളാണ്. വഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ലാഹ്, രക്തബന്ധമുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടവരെ തന്നെയാണ്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ആദർശത്തിന്റെ അടിത്തറയിൽ അനന്തരമെടുക്കുക എന്നൊരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയെ തിരുത്തുന്ന വചനം കൂടിയാണിത്. അനന്തരാവകാശത്തിന്റെ അടിത്തറ കേവലം ആദർശം മാത്രമല്ല, ആദർശം പ്രധാനമാണ്. പക്ഷെ ആദർശത്തോടൊപ്പം തന്നെ രക്തബന്ധവും പ്രധാനമാണ്. അതിനാൽ രക്തബന്ധമുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടവരാണ്. ഫീ കിതാബില്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ തന്നെ, മിനൽ മുഅ്മിനീന വൽ മുഹാജിരീൻ, സത്യവിശ്വാസികളെക്കാളും ഹിജ്റ ചെയ്തു വന്ന സ്വഹാബിമാരെക്കാളുമെല്ലാം ആ സത്യവിശ്വാസവും അതുപോലെയുള്ള അടിസ്ഥാന ഇസ്ലാമികമായ മേന്മകളും നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള രക്തബന്ധമുണ്ടല്ലോ, ആ രക്തബന്ധത്തിന് വലിയ മഹത്വമാണുള്ളത്. ആ രക്തബന്ധുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട ആളുകളാണ്. ഇല്ലാ അൻ തഫഅലൂ ഇലാ ഔലിയാഇകും മഅറൂഫ, യഥാർത്ഥത്തിൽ അനന്തരാവകാശ നിയമത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആദർശത്തോടൊപ്പം തന്നെ പരസ്പരമുള്ള രക്തബന്ധങ്ങളാണ്. എന്നാൽ പോലും അനന്തര സ്വത്ത് വീതം വെക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ മിത്രങ്ങൾ, നിങ്ങളുടെ ആദർശ മിത്രങ്ങൾ, ദരിദ്രരായ ആളുകൾ പ്രത്യേകിച്ചും അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുകയാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, സാമ്പത്തികമായ സഹായം സ്വേച്ഛയോടുകൂടി നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. കാന ദാലിക ഫിൽ കിതാബി മസ്തൂറ, ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ വചനം തുടങ്ങുന്നത് എങ്ങനെയാണ്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് അവരുടെ ശരീരങ്ങളെക്കാൾ ബന്ധപ്പെട്ടയാളാണ്. പ്രവാചകനോടുള്ള സത്യവിശ്വാസികളുടെ ബന്ധം എന്ന് പറയുന്നത് ഇതാണ്. ആ ഖുർആൻ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളിൽ ഒരാളും പൂർണ്ണ വിശ്വാസിയാവുന്നില്ല, ഞാൻ അയാൾക്ക് അയാളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും പ്രിയങ്കരനാവുന്നതുവരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണ വിശ്വാസിയാവുന്നില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എല്ലാവരെക്കാളും പ്രവാചകൻ ഏറ്റവും അടുത്തയാളാവണം, സ്വന്തം ശരീരത്തെക്കാളും അടുത്തയാളാവണം. അത് ഖുർആൻ പറഞ്ഞതാണ്, പ്രവാചകനും പറഞ്ഞതാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, പ്രവാചകരെ, വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, പ്രവാചകരെ, താങ്കൾ എനിക്കെല്ലാറ്റിനേക്കാളും എല്ലാവരെക്കാളും പ്രിയങ്കരനാണ്, ഞാൻ ഒഴിച്ചുള്ള എല്ലാവരെക്കാളും എനിക്കിഷ്ടം അങ്ങയെയാണ്, ഞാൻ ഒഴിച്ചുള്ള എല്ലാവരെക്കാളും എനിക്കിഷ്ടം അങ്ങയാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, നിന്നെക്കാളും നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നീ വിശ്വാസിയാവുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് എന്നെക്കാളും ഇഷ്ടം അങ്ങയോട് തന്നെയാണ്. അൽ ആന യാ ഉമറു, ഇപ്പോഴാണ് ഉമറേ നിന്റെ വിശ്വാസം പൂർണ്ണമായിട്ടുള്ളത്. അള്ളാഹും റസൂലും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരങ്ങളെക്കാൾ കൂടുതൽ അവരോട് അടുത്ത് നിൽക്കുന്ന, ബന്ധപ്പെട്ട് കിടക്കുന്ന അള്ളാഹും പ്രവാചകനുമാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളെക്കാൾ അവരോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്, പ്രവാചകനോടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെക്കാൾ, നമ്മുടെ ദേഹത്തെക്കാൾ, നമ്മുടെ സ്വേച്ഛയേക്കാൾ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾക്കാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കാണ് പ്രാധാന്യം. പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഏറ്റവും വലിയ സ്നേഹം അത് പ്രവാചകനോടുള്ള സ്നേഹമാണ്. അതാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. പ്രവാചകനോടുള്ള വൈകാരികമായ അടുപ്പം, അതാണ് പ്രവാചക സ്നേഹത്തിലെ ഒന്നാമത്തെ വശം എന്ന് നമ്മൾ പറഞ്ഞു. ആ വൈകാരികമായ അടുപ്പത്തിന്റെ ഏറ്റവും വലിയ മാതൃക നമ്മൾ പഠിക്കുന്നത് സ്വഹാബത്തിൽ നിന്നാണ്.
അൻസ്വാറുകളിൽപ്പെട്ട പ്രമുഖനായ സ്വഹാബി സൗബാൻ റളിയല്ലാഹു അൻഹു അസ്ഹാബ് സുഫയിൽപ്പെട്ട സ്വഹാബിയാൻ എന്ന് പറഞ്ഞ പ്രവാചകന്റെ കൂടെ എപ്പോഴും മസ്ജിദുൻ നബവിയിൽ സഹവസിക്കുന്ന സ്വഹാബിമാരെയാണ് അസ്ഹാബ് സുഫ എന്നറിയപ്പെടുന്നത്. അസ്ഹാബ് സുഫയിൽപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിലുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ പള്ളിയിൽ നിന്ന് പ്രവാചകന്റെ വീട്ടിലേക്ക് പ്രവാചകൻ മടങ്ങി വന്നപ്പോ പ്രവാചകന്റെ പിന്നാലെ ധൃതി പിടിച്ച് വേഗത്തിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകന്റെ അടുത്തിരുന്നു കൊണ്ട് പ്രവാചകന്റെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹു കരയുന്നൊരു രംഗമുണ്ട്. എന്തിനാണ് സൗബാൻ നീ കരയുന്നത്? സൗബാൻ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, പ്രവാചകരെ, ഈ ദുനിയാവിൽ അങ്ങയുടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തെന്നില്ലാത്ത ആത്മനിർവൃതിയും കൺകുളിർമയുമാണ് എനിക്ക് ലഭിക്കുന്നത്. എന്ന് മാത്രമല്ല, ഓരോ സ്വഹാബിമാർക്കും അങ്ങയുടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്നില്ലാത്ത ആത്മനിർവൃതിയും കൺകുളിർമയുമാണ്. പക്ഷേ നമ്മളെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞാൽ, ഞങ്ങളിനി സ്വർഗത്തിൽ എത്തിപ്പെട്ടാൽ പോലും അങ്ങയുടെ ആ വലിയ മഹനീയമായ പദവിയിലൊന്നും ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് സങ്കടം. അങ്ങയുടെ ഈ ദുനിയാവിൽ ഈ മസ്ജിദുൻ നബവിയിൽ സഹവസിക്കുന്നത് പോലെ എപ്പോഴും സഹവസിക്കാൻ ഇനി സാധിക്കില്ലല്ലോ, മരണപ്പെട്ടാൽ സാധിക്കില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് അങ്ങയുടെ സഹവാസം ഒരല്പനേരത്തേക്ക് പോലും ഇല്ലെന്ന് ഉള്ള ചിന്ത, ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകരെ, അങ്ങ് പള്ളിയിൽ ഉണ്ടായപ്പോ, മസ്ജിദുൻ നബവിയിൽ ഉണ്ടായപ്പോ അങ്ങയുടെ മുഖം ഞാൻ കാണുകയായിരുന്നു. ഇനി അങ്ങയുടെ മുഖം കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ധൃതിയിൽ വന്നത്. കരയുന്ന ഈ സ്വഹാബിയെ നോക്കി എന്ത് മറുപടി പറയണം, സൗബാനെ നോക്കി എന്ത് മറുപടി പറയണം എന്ന് അറിയാതെ പ്രവാചകനും പ്രയാസപ്പെടുന്ന ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 69-ാം വചനം ഇറങ്ങുന്നത്. അല്ലാഹു പറയാണ്, വമയ്യുതഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആരെങ്കിലും അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചാൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർക്ക് പ്രവാചകന്റെ സൗഹൃദം ലഭിക്കില്ല, പ്രവാചകന്റെ കൂട്ടുകെട്ട് മരണാനന്തരം ലഭിക്കില്ല എന്നോർത്തുകൊണ്ട് അവരെ വ്യസനിക്കേണ്ടതില്ല. ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ തന്നെയാണ് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുക. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, പ്രവാചകന്മാരാൽ അതുപോലെ തന്നെ ഖുലഫാഉ റാഷിദുകളാൽ, രക്തസാക്ഷികളാൽ, സജ്ജനങ്ങളാൽ അല്ലാഹു അനുഗ്രഹിച്ചവരുണ്ടല്ലോ, അവരുടെ കൂടെ തന്നെയായിരിക്കും മരണാനന്തര ജീവിതത്തിൽ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ച് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. വഹസുന ഉലൈക റഫീഖാ, ആ സൗഹൃദം എത്ര നല്ല സൗഹൃദമാണ്, ആ കൂട്ടുകെട്ട് എത്ര നല്ല കൂട്ടുകെട്ടാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, പ്രവാചകന്റെ കൂടെ നിങ്ങൾ നാളെ പരലോകത്തുണ്ടാവും, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ മതി. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല ഖുബൈബ്, നീ നിന്റെ വീട്ടിൽ സുഖമായിട്ട് വിശ്രമിക്കുകയാണ്, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം, നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം, നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ ഞങ്ങൾക്ക് വധിക്കാൻ നീ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ, മുഹമ്മദിനെ വധിക്കാനുള്ള ഒരു അവസരം നൽകുകയാണെങ്കിൽ, നിന്റെ നേതാവായ മുഹമ്മദിനെ തന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടാം എന്ന്, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം എന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ഖുറൈശികൾ പറയുന്ന രംഗമുണ്ട്. ഈ ഘട്ടത്തിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചക സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലുകളായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും വാക്കുകളിൽ നമുക്ക് ബോധ്യമാവും. ഖുബൈബ് എന്നവർ പറഞ്ഞു, ലാ വല്ലാഹി മാ യുസുറുനി ദാലിക വലാ അയ്യശാക മുഹമ്മദർ റസൂലുള്ളാഹി ബിശൗക, വേണ്ട, എനിക്കത് വേണ്ട. നിങ്ങൾ എന്നെ വെറുതെ വിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്വതന്ത്രമായിട്ട് തിരിച്ചു പോവുകയും എനിക്ക് പകരമായി അല്ലാഹുവിൻ്റെ റസൂലിനെ ഞാൻ നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ മാനദണ്ഡമെങ്കിൽ, ഞാൻ പറയുന്നു, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല. എന്നിട്ടല്ലേ വധിക്കാൻ ഞാൻ പ്രവാചകനെ നിങ്ങൾക്ക് വിട്ടുതരിക എന്നത്. സഹോദരങ്ങളെ, അതായിരുന്നു മഹാന്മാരായ സ്വഹാബിമാരുടെ ഹുബ്ബുർ റസൂൽ, പ്രവാചക സ്നേഹമെന്ന് പറയുന്നത്.
ഒരു കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല അബൂ സുഫിയാൻ. പിന്നീടാണല്ലോ മക്ക വിജയ ഘട്ടത്തോടു കൂടിയാണല്ലോ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാത്ത ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത് പ്രവാചക ശിഷ്യന്മാരുടെ പ്രവാചക സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരു മനുഷ്യനും വേറൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരാളും മറ്റൊരാളെ സ്നേഹിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെന്ന് അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാതിരുന്ന അബൂ സുഫിയാൻ പറയാൻ. സഹോദരങ്ങളെ, പ്രവാചകനോടുള്ള വൈകാരികമായ അടുപ്പം എന്നത് തന്നെയാണ് പ്രവാചക സ്നേഹത്തിന്റെ കാതലായ ഒന്നാമത്തെ വശം എന്ന് പറയുന്നത്. അതെങ്ങനെ ഈ കാലഘട്ടത്തിൽ പ്രവാചക വിയോഗത്തിന് ശേഷം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും? പ്രവാചക വിയോഗത്തിന് ശേഷം എങ്ങനെ ആ ഒരു സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും? സ്വലാത്ത് സലാമുകൾ ധാരാളമായിട്ട് പ്രവാചകന്റെ പേരിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രവാചകന് വേണ്ടി ധാരാളം പ്രാർത്ഥനകൾ, അതാണ് സ്വലാത്ത്. അള്ളാഹുവോടുള്ള പ്രാർത്ഥനയാണ്, അതല്ലാതെ പ്രവാചകനോടുള്ള പ്രാർത്ഥനയല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുമ്പോ അത് അള്ളാഹുവോടുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവേ മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ എന്നുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ സല്ലിം അലാ മുഹമ്മദ്, അള്ളാഹുവേ മുഹമ്മദ് നബിക്ക് നീ രക്ഷയേകണേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനകളാണ് പ്രവാചകന്റെ വിയോഗശേഷം പ്രവാചകനോടുള്ള വൈകാരികമായ ബന്ധം നിലനിർത്താനുള്ള വഴിയെന്ന് പറയുന്നത്. പ്രവാചക പ്രകീർത്തനങ്ങൾ അത് ഏത് രീതിയിലുമാവാം, പക്ഷേ അതൊരിക്കലും തന്നെ പ്രവാചകനോടുള്ള പ്രാർത്ഥനയായിട്ട് മാറാൻ പാടില്ല. പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാവണം. ചിലപ്പോഴെങ്കിലും മൗലിദുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ശരിയായ സമീപനമല്ല. ശരിയായ സമീപനമല്ല എന്നല്ല, ഒട്ടും ശരിയായ സമീപനമല്ല. കാരണം തൗഹീദിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ പ്രവാചക പ്രകീർത്തനത്തിന്റെ പേരിലാണെങ്കിലും വിശ്വാസിയിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇർതകബതു അലൽ ഖത ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറ നബി എന്നതുപോലുള്ള ഈരടികൾ തീർച്ചയായിട്ടും അത് തൗഹീദിന്റെ ചൈതന്യത്തിന് നിരക്കുന്ന വാക്കുകളല്ല. ഇർതകബതു അലൽ ഖത, ഞാൻ പിഴവുകൾ എന്നിൽ ഒരുപാട് സംഭവിച്ചു പോയി പ്രവാചകനോട് പറയാം. ഗൈറ ഹസ്റിൻ വഅദദ്, എണ്ണമില്ലാതെ കണക്കില്ലാതെ പിഴവുകൾ തെറ്റുകൾ എന്നിൽ സംഭവിച്ചു പോയി. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറ നബി, അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയാണ്, പ്രവാചകരെ ഞാനിതാ അങ്ങയോട് പരാതിപ്പെടുന്നു. അങ്ങനെ തെറ്റുകൾ ചെയ്താൽ പ്രവാചകനോട് പരാതിപ്പെടാനല്ല ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്, മറിച്ച് അള്ളാഹുവോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. പാപം പൊറുക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരാണ് എന്നാണ് ഖുർആന്റെ ചോദ്യം. അതുകൊണ്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തൗഹീദിന്റെ ചൈതന്യത്തിന് നിരക്കാത്ത ഈരടികൾ പ്രവാചക പ്രകീർത്തനത്തിന്റെ പേരിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഫഅഗ്സ്നി വഅജിർനി മറ്റൊരു വാക്കാണ്, അതല്ലെങ്കിൽ മറ്റൊരു വരിയാണ് മൗലിദുകളിലുള്ള ഒരു വരി. ഫഅഗ്സ്നി വഅജിർനി, പ്രവാചകരെ എന്നെ സഹായിക്കണമേ, എനിക്ക് അഭയം നൽകണമേ. യാ മുജീർ മിനസ് സഈർ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് കാവൽ നൽകുന്ന നബിയെ, പ്രവാചകരെ. അപ്പൊ ഈ രീതിയിലുള്ള വിശേഷണങ്ങളൊന്നും തന്നെ പ്രവാചകന് നൽകുക എന്ന് പറയുന്നത് മുവഹിദുകൾക്ക് ചേർന്നതല്ല. യഥാർത്ഥ തൗഹീദിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ തൗഹീദിന്റെ ചൈതന്യത്തിന് ചേർന്ന വാക്കുകളും പ്രവർത്തികളും അതേ പ്രവാചക പ്രകീർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതാണ് സഹോദരങ്ങളെ. തൗഹീദിന്റെ താല്പര്യങ്ങൾക്ക് നിരക്കാത്ത വാക്കുകൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോ, അങ്ങനെയുള്ള പ്രശംസാ രീതികൾ വരുമ്പോ പ്രവാചകൻ തന്നെ അത് തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു പ്രവാചകൻ. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. ആ രംഗമുണ്ട്. മദീനയിൽ പ്രവാചകൻ എത്തിപ്പെടുന്ന ഘട്ടത്തിൽ പ്രവാചകനെ പ്രശംസിച്ചുകൊണ്ട് പെൺകുട്ടികൾ പാട്ട് പാടുന്നുണ്ട്. നല്ല നല്ല പാട്ടുകൾ ധാരാളം പാടി. കൂട്ടത്തിൽ ഏതാനും ചില പെൺകുട്ടികളെ പാടി വഫീന നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, വഫീന നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളത്തെ കാര്യം അറിയുന്ന പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിൽ ഇതാ വന്നിരിക്കുന്നു. നമ്മുടെ ഇടയിലേക്ക് ഇതാ നാളത്തെ കാര്യം അറിയുന്ന പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന ഒരു വാക്ക് പറഞ്ഞപ്പോ അതെന്തർത്ഥത്തിലാണ് അവർ പറഞ്ഞത് എന്ന് അവർക്കേ അറിയൂ. പക്ഷെ പ്രവാചകൻ തിരുത്തുകയാണ്. അങ്ങനെ വേണ്ട മോളെ, ആ വരി വേണ്ട, അങ്ങനെ വേണ്ട.
അത് തിരുത്തുകയാണ്. അത് തൗഹീദിന്റെ ചൈതന്യത്തിന് നിരക്കുന്ന വാക്കല്ല. തൗഹീദിന്റെ ചൈതന്യത്തിന് നിരക്കുന്ന പ്രവാചക പ്രകീർത്തനങ്ങളാണ് ആവശ്യമെന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തുന്ന വാക്കുകൾ, അതാണ് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന പ്രകീർത്തനങ്ങൾ. അതല്ലാത്ത രീതിയിലുള്ള എല്ലാ പ്രശംസകളും എല്ലാ പ്രകീർത്തനങ്ങളും നല്ലതാണെന്ന് മാത്രമല്ല, അത്യാവശ്യമാണ്, വിശ്വാസികളിൽ ഉണ്ടാവേണ്ടുന്ന കാര്യമാണ്. സ്വലാത്ത് സലാമുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് മഹാന്മാരായ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വൈകാരികമായ പ്രവാചകനോടുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. അതായത് പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം പോലും സ്വഹാബിമാർക്കിടയിൽ എന്തെങ്കിലും ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ, രണ്ടാളുകൾ തർക്കിക്കുന്ന ഒരവസ്ഥ വന്നാൽ മൂന്നാമത്തെ ആൾ ഈ തർക്കമൊന്ന് അവസാനിച്ച് കിട്ടാൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയാറായിരുന്നു പതിവ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുമ്പോ, മുഹമ്മദ് എന്നുള്ള പേര് കേൾക്കുമ്പോ അവർ എല്ലാ തർക്കങ്ങളും മറന്നു പോവുകയാണ്. ഔസിനും ഖസറജിനും ഇടയിൽ ഒന്നിപ്പുണ്ടാക്കിയതു, പതിറ്റാണ്ടുകളായി പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ട് കഴിഞ്ഞുപോയിരുന്ന ഔസ് ഖസറജ് ഗോത്രങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കിയ, അതുപോലെ മുഹാജിറുകളെയും അൻസാറുകളെയും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ സൗഹൃദത്തിന്റെ വക്താക്കളാക്കി മാറ്റിയ പ്രവാചകൻ, ആ പ്രവാചകനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ ഛിദ്രതയും എല്ലാ ഭിന്നിപ്പും അവരിൽ അവസാനിക്കുകയാണ്. അവരെ ഒന്നിപ്പിക്കുന്ന വൈകാരികമായിട്ടുള്ള വാക്കായിരുന്നു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എന്നാൽ ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ അതല്ലെങ്കിൽ പല ഗ്രാമപ്രദേശങ്ങളിലും പല സ്വലാത്ത് വാർഷികങ്ങളും അതല്ലെങ്കിൽ സ്വലാത്ത് സമ്മേളനങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അതുപോലെ ഒരു മത്സര ബുദ്ധിയാ, ഒരു ഗ്രൂപ്പിനെതിരായിട്ട് വേറൊരു ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ സമ്മേളനത്തിൽ സ്വലാത്ത് സമ്മേളനത്തിൽ ഇത്രയാളെ കൂടിയാൽ അതിന്റെ 10 ഇരട്ടി അതല്ലെങ്കിൽ അതിന്റെ ഇരട്ടി ആളുകൾ ഇവിടെ കൂടണം, അവരെ തോൽപ്പിക്കാൻ ഇവിടെ വേറൊരു സ്വലാത്ത് സമ്മേളനം അതല്ലെങ്കിൽ സ്വലാത്ത് വാർഷികം. അങ്ങനെ പരസ്പരം ഭിന്നിപ്പിക്കുകയും ഛിദ്രത ശക്തിപ്പെടുത്തുകയും ആ രീതിയിലാണ് പ്രവാചകനോടുള്ള ഈ ഒരു വൈകാരികമായ അടുപ്പം പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ ഉമ്മത്തിനെ ഒന്നിക്കുന്ന പ്രവാചകനോടുള്ള വൈകാരികമായ അടുപ്പത്തിന് അള്ളാഹുവോട് നടത്തുന്ന പ്രാർത്ഥനയാണ് സ്വലാത്ത് സലാമുകൾ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ തന്നെ അതിനെ കാണുവാനും ആ അർത്ഥത്തിൽ തന്നെ അതിനെ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ പ്രവാചക സ്നേഹത്തിന്റെ ഒന്നാമത്തെ വശം പ്രവാചകനോടുള്ള വൈകാരികമായ അടുപ്പം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. എങ്കിൽ രണ്ടാമത്തെ വശം പ്രവാചക മാതൃകകളെ ജീവിതത്തിന്റെ മുഴുമേഖലയിലും പിന്തുടരുക എന്നുള്ളതാണ്. അതാണ് പ്രവാചക സ്നേഹത്തിന്റെ കാതലായ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കതീറാ. നിശ്ചയം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതനിൽ ഏറ്റവും നല്ല മാതൃകയാണുള്ളത്. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവെ ധാരാളമായിട്ട് സ്മരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ദൂതനിൽ ഏറ്റവും നല്ല മാതൃകയാണുള്ളത്. ഖുർആൻ പറയാണ് ഏറ്റവും നല്ല മാതൃക. ആ മാതൃകയെ പിന്തുടരുക എന്നുള്ളതാണ്, അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ പിന്തുടരുക. അതാണ് പ്രവാചക സ്നേഹത്തിന്റെ കാതലായ രണ്ടാമത്തെ വശം. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി ഫഇന്നഹു മഈ ഫിൽ ജന്നഹ്. ആരെങ്കിലും എന്റെ ചര്യയെ പിന്തുടർന്നാൽ നിശ്ചയം അയാൾ എന്നെ പിന്തുടർന്നു. ആരെങ്കിലും എന്നെ പിന്തുടർന്നാൽ നിശ്ചയം അയാൾ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ ഉണ്ടാവും. ആരെങ്കിലും എന്റെ സുന്നത്തിനെ, എന്റെ മാതൃകയെ, അതിനെ പൂർണ്ണാർത്ഥത്തിൽ പിന്തുടർന്നാൽ അയാൾ എന്നെ സ്നേഹിച്ചു, അയാളാണ് എന്നെ സ്നേഹിച്ചയാൾ. ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ നിശ്ചയം നാളെ എന്റെ കൂടെ അയാൾ സ്വർഗത്തിലുണ്ടാവും. പ്രവാചകന്റെ സുന്നത്തിനെ, പ്രവാചകന്റെ മാതൃകകളെ പിന്തുടരുക എന്നുള്ളതാണ് ലോകത്തെ സമ്പൂർണ്ണ മാതൃക, ലോകത്തെ സമഗ്രമായ സന്തുലിതമായ മാതൃക എന്ന് പറയാൻ കഴിയുന്ന ഏക വ്യക്തിത്വം നമ്മുടെ വിശ്വാസമനുസരിച്ച് പ്രവാചകനാണ്. എല്ലാ അർത്ഥത്തിലും പിന്തുടരപ്പെടാൻ യോഗ്യനായ പൂർണ്ണതയുള്ള അൽ ഇൻസാനുൽ കാമിൽ, പൂർണ്ണ മനുഷ്യൻ. അതാണ് പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ലോകത്തെ മാതൃകകൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാത്മാഗാന്ധി വലിയ മാതൃകയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. വിശേഷിച്ചും ഈ രാജ്യത്തിന്, ലോകത്തിന് വലിയ മാതൃക കാണിച്ചു കൊടുത്ത മഹാമനുഷ്യയാണ് ഗാന്ധിജി, സംശയമില്ല. പക്ഷേ ഗാന്ധിജിയുടെ ത്യാഗം, ഗാന്ധിജിയുടെ സമർപ്പണം രാജ്യത്തിനും ലോകത്തിനും ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹം ചെയ്ത വലിയ ത്യാഗങ്ങളെല്ലാം തന്നെ പ്രകീർത്തിക്കപ്പെടുമ്പോഴും ഗാന്ധിജിയുടെ കുടുംബത്തിന്റെ മനസ്സിലെവിടെയോ ഗാന്ധിജിയെ സംബന്ധിച്ച്
ഒരു അതൃപ്തി അവശേഷിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി, അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാവും എന്നുള്ളതാണ്. അതൊരു പക്ഷേ അദ്ദേഹം സാമൂഹിക ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചപ്പോ, അതിൽ കൂടുതൽ സമർപ്പിച്ചപ്പോ ഒരു അസന്തുലിതത്വം ചെറിയ രീതിയിലെങ്കിലും അവിടെ പ്രകടമായതാണ്. അങ്ങനെയാണ് ഓരോ വലിയ വലിയ വ്യക്തിത്വങ്ങളും എന്ന് പറയുന്നത്. ലിയോ ടോൾസ്റ്റോയ് വലിയൊരു സാഹിത്യകാരനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ ലൈംഗിക ജീവിതം ഏറ്റവും വലിയ പരാജയമായിരുന്നു എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ലൈംഗിക രാക്ഷസൻ എന്ന് വരെ അദ്ദേഹത്തെ സംബന്ധിച്ച് പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ എന്നും പലരും, ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ പോലും പല ആളുകളും പരാജയപ്പെടുന്ന ഒരു മേഖലയാണ്. ജീവിതത്തിൽ ഉയർന്നു വരാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവുമ്പോഴും അത്തരം അവസരങ്ങളെയെല്ലാം പല ഘട്ടങ്ങളിലും ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, അതല്ലെങ്കിൽ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത് ലൈംഗിക ജീവിതത്തിലുള്ള പരാജയം കൊണ്ടാണ്. മനുഷ്യന്റെ വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ്. പല രീതിയിലുള്ള അപജയങ്ങളും പല വ്യക്തിത്വങ്ങളിലും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. വലിയ മനഃശാസ്ത്രജ്ഞനായിരുന്നു ഫ്രോയിഡിനെ സംബന്ധിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ മനഃശാസ്ത്ര തത്വങ്ങളൊന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ വിജയിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, പ്രവാചകൻ എല്ലാ മേഖലയിലും മാതൃകയായി. പ്രവാചകന്റെ ജീവിതം എങ്ങോട്ടൊക്കെ സ്പർശിച്ചിട്ടുണ്ടോ ആ മേഖലയിലെല്ലാം തന്നെ ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുജനങ്ങളിൽ ഏറ്റവും നല്ല മാതൃക, ഭരണാധികാരി എന്ന നിലയിൽ, സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ റസൂലുള്ളാഹി ഏറ്റവും നല്ല മാതൃക. ഒരു പോരാട്ടം നടക്കുമ്പോൾ അനുയായികളെ മുമ്പിലേക്ക് നിർത്തിക്കൊണ്ട് കൂടാരത്തിൽ പോയി വിശ്രമിക്കുന്ന നബിയല്ല, പ്രവാചകനെയല്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല നമ്മൾ കാണുന്നത്. മറിച്ച് ആ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ നയിക്കുന്ന പ്രവാചകൻ. അനബ്നു അബ്ദുൽ മുത്തലിബ് അനൻ നബിയ്യു ലാ കദിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പുത്രനാണ്, ഞാൻ പ്രവാചകനാണ്, കള്ളമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അതാണ് നേതാവായ പ്രവാചകൻ. ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രവാചകനെ പിടിച്ചാലിംഗനം ചെയ്യാൻ വരുന്നയാളോട് പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ കിസ്റയെയും കൈസറിനെയുമല്ല പ്രതിനിധീകരിക്കുന്നത്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആ വിനയം പ്രവാചകന്റെ ജീവിതത്തിൽ ധാരാളം നമ്മൾ കാണുന്നു. ആമിനയുടെ പൊന്നോമന പുത്രനാണ് ഞാൻ, ഉണക്കറൊട്ടി തിന്ന് ജീവിച്ച ആമിനയുടെ പൊന്നോമന പുത്രൻ. അതാണ് പ്രവാചകന്റെ വിനയം. അതെല്ലാ മേഖലയിലും പ്രകടമായി. ഒരു നേതാവ് എന്ന അർത്ഥത്തിൽ അങ്ങേയറ്റം വിനയാന്വിതനായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു എന്നുള്ളതാണ്. നേതാവ് എന്ന അർത്ഥത്തിൽ പൂർണ്ണ മാതൃക കാഴ്ചവെക്കുമ്പോൾ പ്രവാചകന്റെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു? ആ മേഖലയിലാണല്ലോ ചിലരെങ്കിലും പരാജയപ്പെടാറുള്ളത്. പൊതുരംഗത്ത് നല്ല മാതൃകകൾ, പക്ഷേ കുടുംബത്തിലേക്ക് വരുമ്പോൾ പൂജ്യമായിട്ട് മാറുന്ന ചിലരെ നമ്മൾ കാണാറുണ്ട്. പ്രവാചകൻ അങ്ങനെയാണോ എന്നറിയാൻ ചില ആളുകൾ, ചില സ്വഹാബിമാരെ തന്നെ പ്രവാചകന്റെ വീട്ടിലേക്ക് പ്രവാചകന്റെ ജീവിതം പഠിക്കാൻ വേണ്ടി ചെന്നു എന്നുള്ളതാണ്. പക്ഷെ പ്രവാചകന്റെ ഭാര്യമാർ, സത്യവിശ്വാസികളുടെ മാതാക്കൾ ഓരോരുത്തരും പറഞ്ഞതെന്താ? കാന ഖുലുഖുഹു ഖുർആന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആനു യംശി അലൽ അർദ്, ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബ ജീവിതത്തിലും സമ്പൂർണ്ണ മാതൃക. അങ്ങനെ ജീവിതത്തിന്റെ നാനാ മേഖലയിലും സന്തുലിതമായ വ്യക്തിത്വമായി പ്രവാചകൻ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇന്ന് പ്രവാചകന്റെ വ്യക്തിത്വത്തെ ഇടിച്ചു തകർക്കാനാണ് പലപ്പോഴും ഈ യൂട്യൂബർമാരിൽ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് മുസ്ലിങ്ങൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്വയംകൃത നാമം സ്വീകരിച്ച ആളുകൾ, അവരെ പിന്തുണയ്ക്കുന്ന വംശീയവാദികളെല്ലാം തന്നെ പ്രവാചക വ്യക്തിത്വത്തെ മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ പൊതുജന മധ്യത്തിൽ വികലമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ പ്രവാചകൻ ആരായിരുന്നുവെന്ന് ലോകത്തെ പഠിപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ അർത്ഥത്തിലാണ് റബീഉൽ അവ്വലിനെ നമ്മൾ കാണേണ്ടത് സഹോദരങ്ങളെ. റബീഉൽ അവ്വലിൽ മാത്രമല്ല, പക്ഷേ റബീഉൽ അവ്വലിൽ ഈ ക്യാമ്പയിൻ, പ്രവാചക വിരുദ്ധ ക്യാമ്പയിനെതിരെയുള്ള ശക്തമായ പ്രവാചക സ്നേഹ ക്യാമ്പയിൻ നമ്മൾ പുനരാരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സഹോദരങ്ങളെ. പ്രവാചകനെ പുകഴ്ത്തിയ ആളുകൾ മുസ്ലിങ്ങൾ മാത്രമാണോ, വിശ്വാസികൾ മാത്രമാണോ? അല്ല. ലോകത്ത് ചിന്തിക്കുന്ന മനുഷ്യർ മുഴുവനും പ്രവാചകനെ പുകഴ്ത്തി. കാരുണ്യവാൻ നബി മണിമുത്ത് രത്നമോ, കരുണാവാൻ നബി മുത്ത് സത്തയോ എന്ന് ചോദിച്ച ശ്രീനാരായണ ഗുരുവാൻ. അങ്ങനെ എത്രയോ ആളുകൾ, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത എത്രയോ ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത എത്രയോ ആളുകൾ പ്രവാചകനെ പ്രകീർത്തിച്ചതിന്റെ വലിയ വലിയ പുസ്തകങ്ങൾ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒന്നോ രണ്ടോ വാക്കുകളിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. മുസ്ലിം അല്ലാത്ത മൈക്കിൾ എച്ച് ഹാർട്ട് ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തിത്വങ്ങളെ
അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ റാങ്ക് അദ്ദേഹം ആർക്കാ കൊടുക്കുന്നത്? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. പ്രൊഫറ്റ് മുഹമ്മദിനാണ് അദ്ദേഹം ഒന്നാമത്തെ റാങ്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ദ ലീഡർഷിപ്പ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം, ദ ലീഡർഷിപ്പ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ്. ജോൺ നഡയർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഗ്രന്ഥകാരൻ എഴുതിയ പുസ്തകമാണ്. എന്താണ് ഈ പുസ്തകം? പ്രവാചകന്റെ നേതൃശേഷി അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മാനേജ്മെന്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയതാണ്. എങ്ങനെയാണ് 23 കൊല്ലം കൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത പരിവർത്തനം, വിപ്ലവം സൃഷ്ടിക്കാൻ മുഹമ്മദ് നബിക്ക് സാധ്യമായത്? അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് കൊണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ നേതൃപാടവം കൊണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രവാചകനെ ലോകം മനസ്സിലാക്കുന്നത്. ചിന്തിക്കുന്ന ആളുകൾ മുഴുവൻ പ്രവാചകനെ പ്രകീർത്തിക്കുകയാണ്. പ്രവാചകനിൽ എന്നും വലിയ മാതൃകകളുണ്ടെന്ന് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് തീർച്ചയായിട്ടും ആവേശപൂർവം തന്നെ, ഉത്സാഹപൂർവം തന്നെ പ്രവാചക ചരിത്രം നമ്മൾ പഠിക്കണം, പ്രവാചക ജീവിതം നമ്മൾ പഠിക്കണം. നമ്മുടെ മക്കൾക്കത് നല്ലതുപോലെ പഠിപ്പിക്കണം. തെറ്റിദ്ധരിപ്പിക്കലുകൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ കുടുംബ ജീവിതത്തെ സംബന്ധിച്ചുള്ള അവഹേളനങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ പ്രവാചകന്റെ യുദ്ധ സമീപനത്തെ വക്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോ പ്രവാചകൻ ആരായിരുന്നു? പ്രവാചകന്റെ പത്നിമാരായ സത്യവിശ്വാസികളുടെ മാതാക്കൾ ആരായിരുന്നു? അവരുടെ മാതൃക എന്തായിരുന്നു ജീവിതത്തിൽ എന്ന് കൃത്യമായിട്ടും സമൂഹത്തെ പഠിപ്പിക്കുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുക. ആ പ്രവാചകന്റെ സുന്നത്തിനെ, പ്രവാചകന്റെ ചര്യകളെ പിന്തുടരുക. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, മതമേഖലയിൽ, വൈയക്തിക മേഖലയിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സാമ്പത്തിക രംഗത്ത്, നാഗരിക മേഖലയിൽ, രാഷ്ട്രീയ ധാർമ്മിക മേഖലകളിൽ എല്ലാം തന്നെ വിശ്വാസികൾ പിന്തുടരേണ്ടത് പ്രവാചകന്റെ മാതൃകയാണ്. അതാണ് പ്രവാചക സ്നേഹത്തിന്റെ കാതലായ രണ്ടാമത്തെ വശം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. പ്രവാചകരെ നിങ്ങൾ പറയണം, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരണം എന്ന് പ്രവാചകരെ നിങ്ങൾ പറയണം. ഫത്തബിഉനി, നിങ്ങൾ എന്നെ പിന്തുടരണം. എല്ലാ മേഖലയിലും, നിസ്കാരത്തിൽ മാത്രം പിന്തുടരണം എന്നല്ല, മതകാര്യങ്ങളിൽ മാത്രം പ്രവാചകന്റെ സുന്നത്ത് പഠിക്കണം എന്നല്ല, ആത്മീയ രംഗത്ത് മാത്രം പ്രവാചകന്റെ സുന്നത്ത് പഠിക്കണം എന്നല്ല, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, ധാർമ്മിക, നാഗരിക മേഖലകളിലെല്ലാം തന്നെ വലിയ വലിയ മാതൃകകൾ പ്രവാചകൻ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മാതൃകകൾ എന്താണെന്ന് കൃത്യമായി പഠിക്കുകയും അതിൽ പിന്തുടരാൻ ഈ കാലഘട്ടത്തിലും സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പിന്തുടരുകയും ചെയ്യുക എന്നുള്ളതാണ്, പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. പ്രവാചകന്റെ സുന്നത്തിനെ പിന്തുടരുക എന്നതാണ് പ്രവാചക സ്നേഹത്തിന്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്. പ്രവാചകരെ നിങ്ങൾ പറയണം, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരണം, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുന്നതാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാം പുറത്തു തരുന്നവനും അങ്ങേയറ്റം കരുണാവാരിധിയുമാണ്. ഖുൽ അത്തിയുല്ലാഹ വർ റസൂൽ, പ്രവാചകരെ നിങ്ങൾ പറയണം, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അവരെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അല്ലാഹുവോടും റസൂലിനോടുമുള്ള അനുസരണത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിഷേധികൾ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്നും അവരോട് പറയണം. സഹോദരങ്ങളെ, റബീഉൽ അവ്വലിലും മറ്റു മാസങ്ങളിലും നമുക്ക് പ്രകടിപ്പിക്കാനുള്ള പ്രവാചക സ്നേഹത്തിന് രണ്ട് രൂപങ്ങളാണ്. നമ്മുടെ മനസ്സിൽ നല്ലതുപോലെ കുറിച്ചു വെക്കണം. ഒന്ന്, സ്വലാത്ത് സലാമുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രവാചകനോടുള്ള വൈകാരികമായ ബന്ധം നിലനിർത്തുക. അതോടൊപ്പം തന്നെ പ്രവാചകനെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തുന്ന വാക്കോ പ്രവൃത്തിയോ നമ്മിൽ നിന്ന് സംഭവിക്കുന്നില്ല എന്നുറപ്പുവരുത്തുക. അതാണ് പ്രവാചക സ്നേഹത്തിന്റെ ഒന്നാമത്തെ വശം. രണ്ട്, പ്രവാചകന്റെ മാതൃകകളെ സമ്പൂർണമായും ജീവിതത്തിൽ പിന്തുടരുക എന്നുള്ളതാണ്. പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട മറ്റു വശങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിലായി പരാമർശിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ.